നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മളോട് ഒരു BSF കാരനും ഒരു CSF കാരനും ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കൊന്ന് ഓഫായിരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ നമ്മുടെ സ്ഥിരം സ്പോട്ടിൽ വന്ന് ചായ കുടിച്ചിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള ലൊക്കേഷനായ മലമേപ്പാറയിലോട്ട് പോകുമ്പോൾ കേട്ടോ. അപ്പോൾ മലമേപ്പാറയുടെ ഒരു ചെറിയ വ്ളോഗ് ആക്കാമെന്ന് വിചാരിച്ചിരുന്നു. ഇവർ രണ്ടുപേരും ഉണ്ട്, അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ ഗായ്സ്. നീ വണ്ടി ഓടിച്ചാ നമ്മൾ കുറച്ച് കറങ്ങിയാ പോകുന്ന കേട്ടോ. നമുക്ക് അതുവഴി എളുപ്പവഴി ഉണ്ടായിരുന്നു. നമ്മൾ കറങ്ങി പതിയെ ഒരു സൺസെറ്റിന്റെ ടൈം ആകുമ്പോൾ അവിടെ എത്താന്ന് വിചാരിച്ചു നമ്മൾ പതിയാണ് പോകുന്നത്. ഇപ്പൊ കയറിയ നല്ല വെയിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് കറങ്ങി വ്ളോഗൊക്കെ എടുത്ത് പതിയെ പോകാന്ന് വിചാരിച്ചു ഗൈസ്. അങ്ങനെ ഫൈനലി നമ്മൾ മലമേപ്പാറയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവിടെയാണ് പാറ. നമ്മളാണ്ട് ഇവിടെ ഈ റോഡെ അതുവഴിയെ വന്നത്. കുറെ കറങ്ങിയാ വന്നത് വെച്ചാൽ ഈ ഒരു സമയത്തിന് ഇവിടെ എത്താൻ വേണ്ടി നമ്മൾ പതിയെ കറങ്ങിയാ വന്നത് കേട്ടോ. മാക്സിമം പഴയ റോഡുകൾ നമ്മൾ പണ്ട് ക്രിക്കറ്റ് കളിക്കാനൊക്കെ പൊക്കോടുന്ന റോഡും വഴി ആ വഴി കൂടെ ഒക്കെ കറങ്ങി പെയ്യെ സംസാരിച്ചൊക്കെ വന്നത്. ഇപ്പം ഇവിടെ വന്നപ്പോൾ വണ്ടി ചുമ്മാ നിർത്തി നിൽക്കുവാണ്. എന്നാണ്ടേ നമ്മുടെ സോൾജേഴ്സ്. അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാ. അപ്പം അതിൻ്റെ ഫ്രണ്ട് വണ്ടി വെച്ചിട്ട് നമ്മളാണ്ട് അവിടെ നിൽക്കുക. പാട്ട് കേട്ടോ, പാട്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ ഒരു പാട്ടിന്റെ ആ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഇതില്ലടാ ഫീല്, പോസിറ്റിവിറ്റി. ആ അതിനൊക്കെ വേണ്ടി നമ്മൾ വന്നതാ കേട്ടോ. മെയിനായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ മെയിൻ ഉദ്ദേശം. മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആവും അതൊക്കെ കേട്ടിങ്ങനെ ഇരിക്കുമ്പോൾ. ഓക്കെ വാ. എവിടെ വേണ്ട ഈ അമ്പലത്തിന്റെ ഇവിടെ വന്നു കുറച്ചു നേരം നമുക്ക് ഇവിടെ ഇരിക്കാം അല്ലേടാ. ഇവിടെ നമ്മൾ ഈ പാട്ടൊക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് പതിയെ പോകുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങോട്ട് ഫോട്ടോയും വീഡിയോഗ്രാഫി ഒന്നും പറ്റത്തില്ലെന്ന് ബോർഡ് വെച്ചേക്കുന്നു. നോക്കട്ടെ എങ്ങനെയാണ്. ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. അവിടെയാണ് അമ്പലം. നമുക്ക് നമ്മുടെ ലൊക്കേഷനിലോട്ടോ മെയിൻ വണ്ടികൾ അവിടുന്ന് അങ്ങോട്ട് ഇരിക്കുന്നുണ്ടോ. നമുക്ക് അങ്ങോട്ട് പോയി ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറാം. ഗ്യാസ് താണ്ട് ടിക്കറ്റ് ഒരാൾക്ക് 20 രൂപ റേറ്റ് ആണ് കേട്ടോ ടിക്കറ്റ് വരുന്നത്. അപ്പോൾ അതാണ്ട് നമ്മൾ കയറി അങ്ങോട്ട് എൻട്രൻസിൽ അങ്ങോട്ട് കയറി പോകുകയാണ്. അവിടെ താണ്ട് ക്രിക്കറ്റ് മാച്ചൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇറങ്ങി അങ്ങോട്ട് ക്രിക്കറ്റ് മാച്ചൊക്കെ കാണാം. അത്യാവശ്യം നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല വൈബായി. ഈ ഒരു ടൈമിൽ ഇവിടെ വരാൻ വേണ്ടി നമ്മൾ കറങ്ങി പയ്യെ വന്നത്. ഓക്കെ, നമ്മളിപ്പോൾ താണ്ട് ഇവിടെ നാടുകാണി പാറയിലോട്ടാണ് പോകാൻ പോകുന്നത്. വേണ്ട ഇതിന് താഴെ ആണ്ട് ഇങ്ങോട്ട് കുടപ്പാറ എന്നുണ്ട് കേട്ടോ. കുടപ്പാറ അത് താഴെ, നമുക്ക് അതുവഴി പോവാം. കുടപ്പാറയൊക്കെ പോയി കാണാം. എങ്ങനെയുണ്ട്? നൈസല്ലേ? നമ്മളിപ്പോൾ ക്രിക്കറ്റ് മാച്ചിന്റെ ഏരിയയിലോട്ട് പോകാം കേട്ടോ. നമുക്ക് താണ്ട് അങ്ങോട്ടാട്ടോ പോകണ്ടേ. അപ്പം നമുക്ക് ഇവിടെ ക്രിക്കറ്റ് മാച്ച് നടക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ക്രിക്കറ്റിന് ജസ്റ്റ് ഒരു വീഡിയോസ് ഒക്കെ എടുത്തിട്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അതിപ്പോൾ മുകളിൽ കുറച്ച് ആൾക്കാരുണ്ട്, പോയിട്ടുണ്ട് വേണ്ടേ. കൊള്ളാം, നൈസ്. നമുക്ക് അങ്ങോട്ട് പോകണം. ഓക്കെ, CSF ഒരു ബാറ്റ്സ്മാനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ താഴെ. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അപ്പോൾ ഞാൻ നമ്മുടെ BSF ഇവിടെ നിന്ന് മാച്ച് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇടയ്ക്കിടയ്ക്കിങ്ങനെ പറയണം, നമ്മുടെ ചെറുക്കന്മാരല്ലേ അവര്. എന്താ വൈബ് എങ്ങനെ ഉണ്ടോ നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറ ഗൈസ്. ആഹാ, എന്താ രസമല്ലേടാ സ്റ്റീലെ. അമ്പലത്തിലെ പാട്ടിട്ടിട്ടുണ്ട് കേട്ടോ, നല്ല രസം അത് കേട്ടിരിക്കാൻ. ഇവിടെ ആ ഒരു കാറ്റും എന്താ ഒരു വൈബ്. നമ്മൾ താണ്ടെ അങ്ങോട്ട് പോകട്ടോ. നല്ല തിരക്കുണ്ട്. ചൊവ്വാഴ്ച ദിവസമാണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. കൂടുതലും പുറത്തുനിന്നുള്ളവരാ. പുറത്തുനിന്ന് മീൻസ് നമ്മുടെ ഈ ലൊക്കാലിറ്റി എന്നുള്ള ആൾക്കാരായിരിക്കത്തില്ല കൂടുതലും വരുന്നത്. സബ് കയറി ഒരുത്തിനെ പിടി സബ് എടുപ്പിച്ച് അങ്ങനെ അങ്ങോട്ട് പോവാണേ. മാച്ച് അവിടെ നടക്കുന്നു. നമുക്കപ്പോ പോകണം. ചെറിയൊരു അഡ്വഞ്ചർ വഴിയാണ് കേട്ടോ. പക്ഷെ ആൾക്കാർക്ക് കയറി വരാൻ പറ്റും. അതിന് ചെറിയ രീതിക്ക് ഒരു അഡ്വഞ്ചറാണ്. ഓക്കെ, നമ്മുടെ പാറയുടെ ഒരു സൈഡാണ് കേട്ടോ. ജസ്റ്റ് ആ വൈബിന് വേണ്ടി അവിടെ കയറി ഇങ്ങനെ നിൽക്കുക. ആഹാ, നല്ല കാറ്റടിക്കുന്നുണ്ട്. എന്താ വൈബ്. ഈവനിങ് ഈ അമ്പലങ്ങളുടെ പാട്ടൊക്കെ കേട്ട് ഈ പാറയുടെ മുകളിലിരിക്കാൻ നല്ല രസമാണ്. നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഇവിടാണ് പാറ വരുന്നത്. നമ്മളാട്ടെ ഇതുവഴി ഇങ്ങനെ കയറി ഇങ്ങോട്ടൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി വന്നേ കേട്ടോ. ഇവിടെ ചെറിയൊരു പാറയുണ്ട്. ഇങ്ങോട്ടൊക്കെ വരുന്നത് നല്ല നോക്കി വരണേ ഗൈസ്. അങ്ങോട്ടൊക്കെ നല്ല പെട്ടെന്ന് സ്കിഡ് ആവാൻ പറ്റിയ ഏരിയ ആണ്. മാക്സിമം നോക്കി ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഗൈസ് ഇവിടുത്തെ നമ്മൾ കയറി വരുന്നതിൻ്റെ ഒരു സൈഡിൽ കൂടെയുള്ള വഴി. താഴോട്ട് വന്നാൽ കാണാം. പക്ഷെ അധികം ഇങ്ങോട്ട് വരണ്ട, വഴി അധികം കുറവാണ്. അവിടെ വരെ പോകാൻ പറ്റത്തുള്ളൂ. പിന്നെ ഇതിലെ അങ്ങ് മുകളിൽ കയറാം. നമ്മളാ മുകളിൽ കയറിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതാട്ടോ. നമ്മൾ മുകളിലോട്ട് പോകും, ഏറ്റവും മറ്റേ ടോപ്പിലോട്ട് പോകണം. ഓക്കെ, ഇതുവഴിയാണ് നമ്മൾ കയറി പോകണം കേട്ടോ. അങ്ങോട്ടാണ് പോകേണ്ടത്. നമ്മൾ വഴികൾ കുറച്ച് അഡ്വഞ്ചറാണ് കേട്ടോ. നമ്മൾ നേരത്തെ അവിടെ നിന്ന കേട്ടോ.
അവിടെ വരെ നിന്നാണ് ആ കാഴ്ചകൾ, ഈ വ്യൂ, ഇവിടുത്തെ വ്യൂ, സൈഡ് വ്യൂ ഉണ്ട്. പിന്നെ ഞാൻ ഇതുവഴി വന്നേ ഉള്ളൂ. പിന്നെ നല്ല അതുവഴി വരാൻ പറ്റുമായിരുന്നു. നമ്മൾ നേരത്തേക്ക് അതുവഴി വന്നുകൊണ്ടിരുന്നത് കേട്ടോ. ഇപ്പം ചെറുതായിട്ട് അവിടെ വെള്ളമൊക്കെ കിടക്കുന്നത്, അതുകൊണ്ട് അതുവഴി വരണ്ടെന്ന് വിചാരിച്ച് ഇറങ്ങി ഇവിടെ വന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് വ്യൂ ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ട വ്യൂ തന്നെ ഇവിടെ. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കിയെന്നേ ഉള്ളൂ. ഓക്കെ, ഈ ഒരു ചെറിയൊരു ഗ്യാപ്പിൽ കൂടെ ആണ് പോകേണ്ടത് മുകളിലോട്ട്. അതാ നൈസ്. ഇവിടെ വന്നിട്ടുള്ളേ ഇതാണ് ഇവിടുത്തെ ടോപ്പ് വ്യൂ. അപ്പൊ നമുക്ക് മുകളിലോട്ട് വന്നാം, കാണിച്ചു തരാം. ഓക്കെ, ഈ മരം ഇവിടുത്തെ ഒരു ഫോട്ടോ ലൊക്കേഷനാണ് ഈ മരം. ആ മരത്തിന്റെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുക, അവിടെ നിന്ന് ഒരുപാട് പേര് എടുത്തിട്ടുള്ള സ്പോട്ടാണ് ആ മരം കേട്ടോ. അതാണ്ട് താഴെ അമ്പലത്തിൽ മണി കഴിച്ച സൗണ്ടും, അത് കഴിഞ്ഞാ ചെറിയൊരു പാട്ടാക്കിയിട്ടെങ്കിൽ എനിക്ക് എന്താ ഫീൽ, ഈ ഒരു കാറ്റും ഈ ഒരു സമയത്തൊക്കെ ഇരിക്കും എന്താ ഫീൽ ഗൈസ്. അപ്പോൾ ഗൈസ് നമുക്ക് അപ്പുറത്ത് അങ്ങോട്ടിരിക്കാം. അവിടെ പട്ടമൊക്കെ പറത്തി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കുറച്ച് പോസിറ്റീവ് എനർജി, കുറച്ച് പോസിറ്റീവ് മൈൻഡ് പിടിച്ച് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിരിക്കാം. പട്ടം പറത്തൽ കഴിഞ്ഞില്ല കേട്ടോ അമ്മമാരുടെ. ഇവിടെ വേറെ ഫാമിലി പട്ടം പറത്തുന്നുണ്ട്. അവരുടെ പട്ടം നല്ല ലെങ്ത് അങ്ങനെയൊക്കെയോ. ഞാനിവിടെ ഇരിക്കുന്നു, അമ്മമാരുടെ പട്ടം പറത്തി കളിക്കുന്നു രണ്ടുപേരും. ജസ്റ്റ് ഇന്ന് വന്ന് നോക്കണം ഗൈസ്. നമ്മുടെ അടുത്തുള്ളവർ മലമേപ്പാറ ഈ ഒരു ടൈമിൽ വന്നിങ്ങനെ ഇരുന്ന് ആഹാ, ഒരു കാറ്റൊക്കെ കൊണ്ട് നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ലേ. പട്ടം പറത്തിയിട്ട് അമ്മമാരും എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ചു നേരം നമ്മളിവിടെ ഇരിക്കും, ഈ ഒരു പാട്ടും മ്യൂസിക്കൊക്കെ കേട്ട്, അമ്പലത്തിലും മ്യൂസിക്കൊക്കെ കേട്ടിട്ട് ഈ ലൈറ്റൊക്കെ കണ്ട് കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് നമ്മൾ നേരെ പോവാണ് കേട്ടോ. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ലൈറ്റ് പോയി, നല്ല ഇരുട്ടായിട്ടുണ്ട് കേട്ടോ. നമ്മൾ അതുകൊണ്ട് ഒരു 7:30 ടൈം ആയപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. നല്ല ഇരുട്ടായിരുന്നു അവിടെ. പിന്നെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായിട്ട് അവിടെ വെട്ടമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ ഇറങ്ങിയിട്ടൊരു വെട്ടത്തൊന്ന് വീഡിയോ എടുത്ത് വൈൻഡപ്പ് ആക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഓണമൊക്കെ വരുമല്ലേ ഗൈസ്, നല്ല ഫാമിലി, കപ്പിൾസ്, ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ഈവനിങ് ടൈമിലൊക്കെ വന്നിരുന്ന് മനസ്സൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യാം. നൈസാണ്. നമ്മളവിടെ ഇരുന്ന് കുറച്ച് നേരം താഴെ അമ്പലത്തിലെ പാട്ടും കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സൊക്കെ ഒന്ന് ഓക്കെ ആക്കി, കുറച്ച് പോസിറ്റീവായി അല്ലേ. പറ, നിനക്ക് പറയാനുള്ള പറഞ്ഞോ. എങ്ങനെ ഉണ്ടായിരുന്നു ഇവിടുത്തെ എക്സ്പീരിയൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു പറയടാ. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെപ്പോഴും വരുന്നതാണ് ഗൈസ്. ഇവ എന്ന് ലീവിന് എന്നാലും ഞങ്ങൾ ഇവിടെ വരുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഒരു 8 മാസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നേക്കുവാണ്. അവസാനം ഇവ ഉള്ളപ്പോഴാണ് വന്നേന്ന് തോന്നില്ലേ. ഇവ വന്നപ്പോഴാണ് നിങ്ങൾ അവസാനം വന്നത്. അത്രയൊക്കെ ഉള്ളു ഗൈസ്. നൈസ് ഒരു എക്സ്പീരിയൻസ്. ഓണമൊക്കെ വരും, അപ്പോൾ നിങ്ങളെല്ലാവരും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്ന് കണ്ട് എൻജോയ് ചെയ്തിട്ട് പോകും. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാമേ. ബൈ.